അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രാങ്ക് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്. പ്രാങ്ക് കൊണ്ട് ഒരുപാട് ജീവൻ നഷ്ടപ്പെട്ട ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒരു ചെറിയ തമാശയ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ നഷ്ടപ്പെട്ടു പോയത് ഈ അടുത്ത് 3 ജീവനാണ്. ദാമ്പത്യ ജീവിതത്തിൽ മൂന്നാമത്തെ ഒരാൾ കടന്നു വന്നാൽ ആ ദാമ്പത്യ ജീവിതം വലിയ കഷ്ടത്തിലാകുമെന്നതിന് ഉദാഹരണയാണ് സജീർ. സജീറിൻ്റെ ജീവിതത്തിൽ വലിയ സന്തോഷത്തിലായിരുന്നു അവരുടെ ജീവിതം. അതിലൊരു പട്ടാമ്പിക്കാരൻ മൂന്നാമതായി കടന്നു വന്നു. ഈ സംഭവം അറിഞ്ഞു, ഭാര്യ വിവരങ്ങൾ അറിയിച്ചു, ഭീഷണി സ്വരത്തിലറിയിച്ചു, സൗമ്യമായിട്ട് അറിയിച്ചു. ഇതെല്ലാം സജീർ അറിയിക്കുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം താൻ സ്നേഹത്തോട് ലാലിക്കുന്ന തൻ്റെ പൊന്നുമകന് ഉമ്മയില്ലാതാകണ്ട എന്നൊരു ഉദ്ദേശമാണ്. കാരണം എൻ്റെ മകന് പകരമായി പിന്നെ ഞാൻ ആരെ വിവാഹം കഴിച്ചാൽ എന്ത് ചെയ്താൽ അവളെപ്പോലെ എൻ്റെ മകന് സ്നേഹം നൽകാൻ ഒരാൾ കിട്ടൂല. അതുകൊണ്ട് എൻ്റെ മകൻ അവൾ നിർബന്ധമാണ്. അതുകൊണ്ട് പല നിലക്ക് ഉപദേശത്തിലൂടെ അത് ഒഴിവാക്കാൻ നോക്കി. അവസാനം അവൾ ആത്മഹത്യ ചെയ്തു, ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞുപോയി. ആ ഉമ്മാക്ക് ആ മകന് ഉമ്മ നഷ്ടപ്പെട്ടു. ആ മകൻ ഉമ്മാക്ക് വേണ്ടി കരയുന്ന ആ വല്ലാത്ത കണ്ണീർ വാർത്തകൾ നിരന്തരമായി നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ സൗഹൃദമായി വരുന്നവർ, ഒരു ഭാര്യ ഭർത്താക്കന്മാർ സ്നേഹത്തിൽ കഴിയുമ്പോൾ മൂന്നാമത്തെ ഒരാൾ കടന്നു വരുന്നെങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് അവൻ മാന്യനല്ല. ഒരു മാന്യനായവന് ഭാര്യ ഭർത്താക്കന്മാർ ജീവിതത്തിൽ സന്തോഷത്തിൽ കഴിയുമ്പോൾ മൂന്നാമത് ഒരാൾ കടന്നു വരില്ല. കടന്നു വരുന്നവന് വലിയ ദുരുദ്ദേശമുണ്ട് എന്ന് മനസ്സിലാക്കണം. വളരെ സ്നേഹത്തോടു കൂടി നമ്മളെ അഭിനന്ദിച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ ഭംഗിയെക്കുറിച്ച്, നാം ധരിക്കുന്ന വസ്ത്രത്തെക്കുറിച്ച്, നമ്മുടെ നടത്തം, ഇരുത്തം, നമ്മുടെ ഭക്ഷണത്തെ, ഇതിനെക്കുറിച്ച് വർണ്ണിക്കാൻ തുടങ്ങുമ്പോൾ അതിൽ അപകടം മണത്തു തുടങ്ങിയെന്ന് മനസ്സിലാക്കണം. എൻ്റെ ഭർത്താവ് പറയാത്ത പോലും ഇവൻ പറയുന്നുണ്ട്, ഇവനിക്കെന്നോട് വലിയ ഇഷ്ടമാണ് എന്ന രീതിയിൽ മനസ്സിലാക്കുകയാണെങ്കിൽ വലിയ നഷ്ടം, വലിയ വില അതിന് നൽകേണ്ടി വരും എന്ന് നമ്മുടെ സഹോദരിമാർ മനസ്സിലാക്കാത്ത കാരണം കൊണ്ടാണ് ഇത്തരത്തിലുള്ള ആത്മഹത്യകൾ വർദ്ധിച്ചു വരുന്നത്. നോക്കൂ, ആ കുട്ടിക്ക് ഉമ്മ നഷ്ടപ്പെട്ടു. ഇനി ആ ഉമ്മാക്ക് പകരം ആരെ കൊണ്ടുവരാൻ സാധിക്കും ആ സ്ഥാനത്ത്? അതുപോലെ ഒരു സഹോദരിക്കാണല്ലോ, രശ്മ എന്ന് പറയുന്ന സഹോദരിക്ക് തൻ്റെ ഭർത്താവിൻ്റെ സഹോദരൻ്റെ ഭാര്യയും അതുപോലെ സഹോദരിയും, ഇവർ ഒരു മെസ്സേജ് അയച്ച് ഇവളെ പ്രാങ്ക് ചെയ്യുകയാണ്. ഒരാണിൻ്റെ പോലെ പ്രണയമായ മെസ്സേജാണ്. ഇവൾ വിചാരിച്ച് ആ തലഭാഗത്ത് നിന്ന് വിളിക്കുന്ന ആളുണ്ടെന്ന ആളൊക്കെ ആണാണെന്ന് തെറ്റിദ്ധരിച്ചു. അങ്ങനെ പ്രണയം വല്ലാണ്ടങ്ങ് കൂടുമ്പോൾ അവളപ്പോൾ ഗർഭിണിയാണ്. ഭർത്താവിൽ നിന്നുണ്ടായ ആ ഗർഭത്തെ ഇല്ലാതെയാക്കണം എന്ന രീതിയിൽ തമാശയ്ക്കാണ് ചെയ്തത്. ഇവളിതൊക്കെ സത്യമാണ്, കാണുക പോലും നോക്കുക പോലും ഒന്നും ചെയ്തിട്ടില്ല. ഈ കാലൊരു മെസ്സേജിൻ്റെ കാരണത്തിൽ തൻ്റെ ഉദരത്തിലിരിക്കുന്ന ആ കുഞ്ഞിനെ അവൾ കൊന്നുകളഞ്ഞു. അത് പിന്നെ പിടിക്കപ്പെട്ടുമ്പോൾ രേഷ്മ കഥകളെല്ലാം പുറത്ത് പറയേണ്ടി വന്നു. ഞാൻ ഒരാളെ പ്രണയിച്ചിരുന്നു, ആ പ്രണയം നേടിയെടുക്കാൻ വേണ്ടിയാണ് ഇത് ഞാൻ ചെയ്തത് എന്ന്. ആ പ്രണയിച്ച ആളാരെയെന്ന് നോക്കുമ്പോൾ സ്വന്തം വീട്ടിലുള്ള സഹോദരിയും ഭർത്താവിൻ്റെ സഹോദരിയും അതുപോലെ സഹോദരൻ്റെ ഭാര്യയുമാണ്. ഈ വിവരം അറിഞ്ഞപ്പോൾ ഈ 2 പേര് പോയി അവിടെ ആത്മഹത്യ ചെയ്തു. അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു, ഈ കുഞ്ഞുടെ ജീവൻ നഷ്ടപ്പെട്ടു. ചെയ്തത് തമാശക്കാണ്, കാര്യം ഗൗരവമായി. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ചില തമാശകൾ ഉണ്ടാക്കുന്ന നഷ്ടങ്ങൾ, ചില ആളെ വഞ്ചിക്കാൻ വേണ്ടി, ചില ആളെ തമാശയ്ക്ക് വേണ്ടി ചിലത് നാം ചെയ്തു പോകും. അത് പിന്നെ വലിയ നഷ്ടത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നു. ഇതുകൊണ്ട് നമുക്ക് വലിയ പാഠങ്ങളുണ്ട്. തീർച്ചയായും സഹോദരിമാരോട് പറയുന്നത്, നമ്മുടെ ദാമ്പത്യ ജീവിതം എത്ര കലുഷിതമായ അവസ്ഥയിലെത്തിയപ്പോഴും ഒരു മൂന്നാമൻ ഒരാൾ കടന്നു വരുമ്പോൾ ഒരിക്കലും അവരെ സ്വീകരിക്കാനോ അല്ല വീട്ടിൽ കടത്താൻ ഒരിക്കലും നാം പോകരുത്. അത് വലിയ പ്രശ്നക്കത് കാരണമാകും. അവൻ്റെ നല്ല മനോഹരമായ സംസാരവും അവൻ്റെ മാന്യമായ പെരുമാറ്റം കാണുമ്പോൾ അത്ഭുതപ്പെട്ടു. അവൻ്റെ ഭാര്യയോട് ചോദിച്ചാൽ അറിയാം അവൻ്റെ കൃത്യതയൊക്കെ. ഇത്തരത്തിലുള്ള സൗഹൃദം
ഒരുപാട് ആളുകളുടെ ജീവൻ ഒടുക്കിയിട്ടുണ്ട്. ഭർത്താവിനോടുള്ള ദേഷ്യം കൊണ്ട് ഇത്തരത്തിലുള്ള സൗഹൃദത്തിൽ കയറുന്ന, ഇപ്പോഴും ഈ സൗഹൃദം നിലനിർത്തിക്കൊണ്ട് പ്രണയത്തിലേക്ക് പോയ എത്ര ആളുകളുണ്ട്. അപകടത്തിൻ്റെ വക്കിൽ നിൽക്കുന്നവരുണ്ട്. ഒരിക്കലും അത് നമ്മുടെ ജീവിതത്തെ തകർക്കുമെന്നതിന് ഈ സജീറിനെ പോലത്തെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ സഹോദരിമാർക്ക് നല്ല ബോധവും പക്വതയും തൻ്റെ ശരീരത്തെ നിയന്ത്രിക്കാനുള്ള ശേഷിയും അല്ലാഹു നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.